മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ബാബു സാർ. മക്കളെ, ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ ക്വാർട്ടർലി എക്സാമിനേഷണൽ ടൈം ടേബിൾ ഒക്കെ വന്നു കഴിഞ്ഞു. ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട്, സാർ എത്ര ഭാഗങ്ങളാണ് നമ്മൾ ക്വാർട്ടർലി എക്സാമിനേഷൻ പഠിക്കേണ്ടത്? നമ്മൾ സെപ്റ്റംബർ 3 മുതൽ നമ്മൾ പരീക്ഷ ആരംഭിക്കുകയാണ്. നമ്മൾ ഏതൊക്കെ ചാപ്റ്ററാണ് പഠിക്കേണ്ടതെന്നുള്ളത് അത്ര സംശയങ്ങൾക്ക് നിവാരണവുമായിട്ടാണ് സാർ വന്നിരിക്കുന്നത്. മക്കളെ, നമുക്ക് ഒന്നാമട്ടായി പഠിക്കേണ്ടത് ചടുപ്പട് ഓർ നടുക്കട് എന്ന് പറഞ്ഞ ഒരു കഹാനിയാണ് പഠിക്കേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ഇതിൽ നിങ്ങൾക്ക് 14 മാർക്കിന് വരെ ചോദ്യങ്ങൾ വരും. ചടുപ്പട് ഓർ നടുക്കട് എന്ന ചാപ്റ്ററിൽ നിന്ന് 14 മാർക്കിന് വരെ ചോദ്യങ്ങൾ വരും. ഒന്നാമത്തെ പാഠം വെരി ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് 7 മാർക്കിന് ചോദ്യം വരുന്നത് കവിതയാണ്. ബോത്ത് ദിനോ കെ ബാദ് എന്ന് പറഞ്ഞ പാഠഭാഗങ്ങൾ കവിതയാണ്. ഈ കവിതയിൽ നിന്ന് നമുക്ക് കവിതയുടെ സമ്മറി എഴുതാനുണ്ടാവും 4 മാർക്കിന്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 1 വേർഡ് ആയിട്ടുള്ള പിന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 7 മാർക്കിന് വരെ ചോദ്യങ്ങൾ നമുക്ക് ഇതിൽ പഠിക്കാം. പിന്നീട് മക്കളെ, നമ്മൾ പഠിക്കേണ്ടത് ഷഷ്ടിയാണ്. ബൂഡി കാക്കി എന്ന് പറഞ്ഞ ഷഷ്ടിയെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഷഷ്ടി എഴുതാൻ നിങ്ങൾക്ക് വന്നേക്കാം. ഓക്കെ, നമ്മുടെ ആപ്പിലൊക്കെ അത് പ്രത്യേകമായിട്ട് നമ്മൾ പബ്ലിക് ലൈവിലും ആപ്പ് ക്ലാസ്സിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഷഷ്ടി നമ്മൾ കഫനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സിനിമയെ കുറിച്ചോ പുസ്തകങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചേക്കാം. ഇതിൽ നിങ്ങൾക്ക് 7 മാർക്കിന് ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. ഷഷ്ടിയിൽ ഈ ബൂഡി കാക്കി എന്ന് പറയുന്ന ഷഷ്ടിയിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങൾ വരാം. വേറെ നിങ്ങളോട് ശക്തി എഴുതാനൊക്കെ ചോദിച്ചേക്കാം. ഓക്കെ, എന്തായാലും എന്ത് വന്നാലും നമ്മൾ അതിന് വേണ്ടി റെഡി ആയിരിക്കണം. ഇതാണ് ഒന്നാമത്തെ യൂണിറ്റിലെ 3 പാഠഭാഗങ്ങൾ. ഓക്കെ, ഇത് 3 ആയിട്ട് വരും. ഇനി നമുക്ക് പഠിക്കേണ്ടത് രണ്ടാമത്തെ യൂണിറ്റിലാണ്. രണ്ടാമത്തെ യൂണിറ്റിലെ പാഠമാണ് കഹാനിയാണ്, ഗർ എന്ന് പറയുന്ന പാഠം. ഈ പാഠത്തിൽ നിന്ന് നമുക്ക് 14 മാർക്ക് വരെ ചോദ്യങ്ങൾക്ക് വരാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും ഗർ എന്ന് പറയുന്ന കഹാനിയിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും കൃത്യമായിട്ട് മനസ്സിലാക്കണം. പിന്നെ നമുക്ക് വാക്യ പെരുമിടുകൾ ഉണ്ടാവും. ഇതിന് പുറമെ ആയിട്ട് വാക്യ പെരുമിടുകൾ ഉണ്ടാവും. പിന്നെ നമുക്ക് വിശേഷണ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഓരോ ചാപ്റ്ററും നമുക്ക് മാരത്തോൺ ലൈവിലൂടെ വിശദമായിട്ട് നിങ്ങൾ പബ്ലിക് ലൈവിലേക്ക് വരിക. നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാവുന്നതാണ്. ഇത്രയും പഠിച്ച് തയ്യാറായിട്ട് വേണം നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോകാൻ. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് സാർ വീണ്ടും വരാം. നമുക്ക് വീണ്ടും കാണാം. ബൈ.